പ്രിയമുള്ളവരെ, വചനജ്വാല 1229 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 11 ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടം. ഗായക സംഘ നേതാവിന് ഗിത്യരാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം! അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കു മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് സുശക്തമായ കോട്ട കെട്ടി. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്ത് മേന്മയുണ്ട്! അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്! എന്നിട്ടും അവിടുന്ന് അവനെ ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു. അങ്ങ് സ്വന്തം കരവേലകൾക്കുമേൽ അവന് ആധിപത്യം നൽകി. എല്ലാറ്റിനെയും അവന്റെ പാദത്തിൻ കീഴിലാക്കി. ആടുകളെയും കാളകളെയും വന്യമൃഗങ്ങളെയും ആകാശത്തിലെ പറവകളെയും സമുദ്രത്തിലെ നക്ഷത്രങ്ങളെയും കടലിൽ സഞ്ചരിക്കുന്ന സകലതിനെയും തന്നെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നും നാളെയും ഞങ്ങളുടെ ഇടവക ദേവാലയമായ സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാളുകൾ സംയുക്തമായി ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ തെയോഡോഷ്യസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. 106-ാം വയസ്സിൽ നിര്യാതനായ തെയോഡോഷ്യസ് കപ്പദോക്യായിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ സ്തൂപസ്ഥനായ സൈമന്റെ ജീവിതം കണ്ട് സന്യാസ ജീവിതത്തിന് തന്നെ ഒരുക്കി. കലാഞ്ചിനോസ് എന്ന ഗുരുവിന്റെ കീഴിൽ സന്യാസ ജീവിതം നയിച്ച് പിന്നീട് കുറെ കാലം ഇടവക ജോലി നോക്കി. ജനപ്രശംസയെ ഭയന്ന് ഒരു മലയിൽ കയറി ഒരു ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി വനസസ്യങ്ങളും പയറും മാത്രം ഭക്ഷിച്ച് 30 വർഷം ജീവിച്ചു. ക്രമേണ ശിഷ്യന്മാർ വന്നുകൂടിയപ്പോൾ മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന് അവരെ പഠിപ്പിക്കാൻ ഒരു ശവക്കുഴി ഉണ്ടാക്കി. ഒരു ദിവസം തെയോഡോഷ്യസ് ആശ്രമാംഗങ്ങളോട് ചോദിച്ചു, ശവകുടീരം തയ്യാറായി, ആര് സമർപ്പണം നടത്തും? ബാസിൽ എന്ന ഒരു പുരോഹിതൻ മുന്നോട്ട് വന്നു. അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി. 3 ദിവസത്തിനകം ആരോഗ്യവാനായിരുന്ന ബേസിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ കുഴിയിൽ തന്നെ സംസ്കരിക്കപ്പെട്ടു. ഒരു ഉയർപ്പ് തിരുനാൾ ദിനത്തിൽ ഭക്ഷിക്കാൻ ഒന്നുമില്ലായിരുന്നു. ചിലർ പിറുപിറുത്തപ്പോൾ തെയോഡോഷ്യസ് പറഞ്ഞു, ദൈവത്തിൽ ശരണം വയ്ക്കൂ, അവിടുന്ന് തരും. താമസിയാതെ
അവർക്കുള്ള ഭക്ഷണമെത്തി. ബെസ്ഹമിന് സമീപമുള്ള ആശ്രമത്തിൽ വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസ ത്യാഗികൾക്കും വെവ്വേറെ ശുശ്രൂഷാ കേന്ദ്രം സ്ഥാപിച്ചു. 4 പള്ളികളും പണിതു. രോഗികളുടെ ശുശ്രൂഷയും അപരിചിതരുടെ സംസ്കാരവും ക്രമമായി നടന്നു. സന്യാസികളുടെ തലവനായ തെയോഡോഷ്യസിനെ സെനോബിയാർക്ക് എന്നാണ് വിളിച്ചിരുന്നത്. വാർദ്ധക്യത്തിലെ ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ച് 106 വയസ്സിൽ ദൈവ സന്നിധിയിലേക്ക് യാത്രയായി. വിശുദ്ധ തെയോഡോഷ്യസിന്റെ മധ്യസ്ഥം യാചിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു.